അധ്യക്ഷൻ ശ്രീ യു സതീഷ് കുമാർ, ഭാസ്കരേട്ടൻ, സെക്രട്ടറി നജീബ്, ശ്രീ ജെയിംസ്, മാസ്റ്റർ തുടങ്ങിയ രീതിയിലെയും സദസ്സിലെ എത്രയും പ്രിയപ്പെട്ടവർ, ഗ്രന്ഥശാല സംഘം തീരുമാനിച്ചിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായി വായനാ വസന്തം, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം, നാളെയാണ് അതിൻ്റെ പ്രഖ്യാപനം. അതിൻ്റെ ഭാഗമായി എല്ലാ ലൈബ്രറികളും ഹരിത ഗ്രന്ഥശാലകളായി പ്രഖ്യാപിക്കും എന്നുള്ള പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് ആളുകൾ എത്തിക്കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കറിയാം, പല പരിപാടികളും നമ്മൾ ഉദ്ദേശിച്ച ദിവസം വയ്ക്കാൻ കഴിയില്ല. ഇത് 30-ാം തീയതി നാളെ വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ് മാലിന്യമുക്ത കേരളം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെ വാർഡുകളും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ ഡിവിഷനുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കണം. 9-ാം ഡിവിഷൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ ശ്രീ IM വിജയൻ നമ്മുടെ സോണൽ ഓഫീസിൻ്റെ മുന്നിലുള്ള ഗ്രൗണ്ടിൽ വെച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റ് 6, 7, 8 ഡിവിഷനുകൾ ഇന്നലെ പദ്ധതി പ്രഖ്യാപിച്ചു. നമ്മൾ സർക്കാർ ഏറ്റെടുക്കുന്ന പദ്ധതികൾ എന്തിന് ഏറ്റെടുക്കുന്നു, അതെങ്ങനെ നടപ്പിലാകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഗ്രന്ഥശാല പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഏത് പദ്ധതികൾ ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ ചാമ്പ്യന്മാരായി വരാറുള്ളത് ഗ്രന്ഥശാല പ്രവർത്തകരാണ്. ഞാനൊരു 76 മുതൽ 16-17 വയസ്സ് മുതൽ ഗ്രന്ഥശാല പ്രവർത്തകനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സ്വതന്ത്രമായി ഇന്ത്യക്കൊരു ഭരണഘടന വന്ന് ഫെഡറൽ സ്റ്റേറ്റുകൾ ഉണ്ടാവുകയും ആ സ്റ്റേറ്റുകളിൽ 1957 ഏപ്രിൽ 5-ന് ശ്രീമാൻ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലൊരു സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ ആ സർക്കാർ കൃത്യമായ ഒരു രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഭരണം തുടങ്ങിയത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു, ദേശാഭിമാനി അത് വളരെ കൃത്യമായി പ്രസിദ്ധീകരിച്ചു. ഐശ്വര്യസമ്പൂർണമായ കേരളം കെട്ടിപ്പടുക്കുവാൻ എന്നാണ് മാനിഫെസ്റ്റോൻ്റെ ഹെഡിങ്. അത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ C. അച്യുതമേനോനായിരുന്നു. തൃശ്ശൂരിൽ വെച്ചിട്ടാണ് അന്ന് 56-ന് സംസ്ഥാന സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിനാണ് ഈ രേഖ വരുന്നത്. ആ രേഖയുടെ ആദ്യത്തെ കാര്യം ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക, കുടികിടപ്പ് അവകാശമായി പ്രഖ്യാപിക്കുക, കൃത്യമായ ഒരു ആരോഗ്യ നയം ഉണ്ടാവുക, വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ അതുണ്ട്. പക്ഷേ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളാണ്. 57 സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ ഏപ്രിൽ 5-ൻ്റെ മന്ത്രിസഭ ചേർന്ന് എല്ലാ മന്ത്രിസഭ ചേരുമ്പോഴും ആദ്യത്തെ മന്ത്രിസഭയിൽ ഒരു അജണ്ടയെ ഉണ്ടാവുകയുള്ളൂ, ഒറ്റ അജണ്ട. അത് വന്ന അജണ്ട കുടികിടപ്പാവകാശം നടപ്പിലാക്കും എന്നാണ്. അതായത് ആരാ ഭൂമിയിൽ താമസിക്കുന്നു അവർക്ക് ആ ഭൂമിയിൽ നിന്നും ഒരു ജന്മി പറഞ്ഞാലും ഒഴിഞ്ഞു പോകേണ്ട. അതാണ് ആദ്യത്തെ മന്ത്രിസഭ. ഞാൻ പറഞ്ഞത് 80-ൽ ശ്രീമാൻ നായനാർ സർക്കാർ വന്ന് ആദ്യത്തെ തീരുമാനം കർഷക തൊഴിലാളി പെൻഷൻ നടപ്പിലാക്കുന്നു. 2016-ൽ വന്ന ശ്രീമാൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആദ്യത്തെ അജണ്ട സാമൂഹ്യ പെൻഷൻ്റെ കുടിശ്ശിക പൂർണ്ണമായി കൊടുക്കുന്നതാണ്. അങ്ങനെ ഓരോ ഗവൺമെൻറ്റും ഓരോ തരത്തിലാണ് എടുത്തിട്ടുള്ള ഉത്തരവാദിത്തം. നമുക്ക് ഇപ്പോൾ ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് മാലിന്യ നിർമ്മാർജ്ജനം. നമുക്കറിയാം 73-74 ഭരണഘടനാ പ്രകാരം
പഞ്ചായത്തി രാജ് നഗരപാലിക ആക്ട് പാസ്സാക്കപ്പെടുകയും ഈ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം വികേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. ആ വികേന്ദ്രീകരിക്കപ്പെട്ട അധികാര നടപടികൾ ഇന്ത്യയിൽ ഏറ്റവും മെച്ചമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. 96 അധികാരത്തിൽ വന്ന നായനാർ സർക്കാരിൽ ശ്രീമാൻ പാലോളി മുഹമ്മദ് കുട്ടി ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കി. നമ്മുടെ ഡിവിഷന് അന്ന് നമുക്ക് വാർഡുകളാണ്. ആ വാർഡിൽ എന്ത് പ്രവൃത്തികൾ നടപ്പിലാക്കണം അത് പണത്തിനെയും കണക്ക് നിശ്ചയിച്ചു. പൊതുമരാമത്തിന് 30%, 20% കൃഷിക്ക്, 15%, അങ്ങനെ ഓരോ പദ്ധതിക്ക് വ്യക്തമായി വിഹിതം നിശ്ചയിച്ചുകൊണ്ടാണ് പദ്ധതി ഉണ്ടാകുന്നത്. അന്ന് നമ്മൾ മാലിന്യ മുക്ത നടപടികൾ അന്ന് തുടങ്ങി വെച്ചതാണ്. അത് നടപ്പിലാക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയും മാലിന്യം കൂടെ പോയി കഴിഞ്ഞോ, ഇപ്പോഴും റോഡിൽ മാലിന്യം കാണുന്നില്ല. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം മാലിന്യമൊക്കെ അടിച്ചുകൂട്ടാൻ ഇവിടെ നമ്മുടെ ഡിവിഷനിൽ 5 ഒരാളെ തിരഞ്ഞെടുക്കും. അയാൾ ചെയ്തോളണം. അല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതി അതിൻ്റെ മേയറോ പഞ്ചായത്ത് പ്രസിഡന്റോ ചെയ്യണം. അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു 3-4 തൊഴിലാളികളുണ്ടാവും, അവർ വന്ന് വൃത്തിയാക്കി പോകണം. നമ്മളുടെ വീട്ടിലെ മാലിന്യം നമുക്ക് ചാലിൽ നിക്ഷേപിക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥ പലരിലും ഉണ്ട്. മാറി വരുന്നുണ്ട്, ധാരാളം മാറി വരുന്നു. അത് മാറുമെന്ന് പറയാനുള്ള കാരണം കേരളം അല്ലെങ്കിൽ മലയാളി എന്ത് ദൗത്യം ഏറ്റെടുത്താലും വിജയിപ്പിച്ചിട്ടുള്ളവരാണ്. 1980 നായനാർ സർക്കാർ വന്നപ്പോൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ പരിപാടിയാണ് സാക്ഷരതാ പ്രസ്ഥാനം. അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു അവയർനെസ് ക്ലബ് അടക്കമുള്ളൂ. ഭാസ്കരന്മാർക്ക് നല്ലോണം അറിയാവുന്ന പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ രാത്രി 8 മണി കഴിഞ്ഞാൽ അവയർനെസ് ക്ലബിലും ചെറു വായനശാലയിലും ഒക്കെ അടക്കം ആളുകളെ സ്ലൈറ്റ് അടക്കം വിളിച്ചിരുത്തി സ്ലൈറ്റ് കൊടുത്ത് അവരുടെ പേരും ഒപ്പുവിടാനെങ്കിലും അറിയുക എന്നൊരു വലിയ പദ്ധതിയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ മോശമായിട്ടാണ് പലരും അതിനെ ചിത്രീകരിച്ചത്. പിന്നെ ഇപ്പോൾ ഈ തള്ളാരിയും തന്താരിയൊക്കെ നമ്മൾ കർഷക തൊഴിലാളി പെൻഷൻ നടപ്പിലാക്കിയപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്, പ്രത്യുൽപാദനപരമല്ല. നമുക്കറിയാലോ, ഇപ്പോൾ ഈ ഒരു കൊല്ലം നമ്മൾ 12,000 കോടി രൂപയാണ് ഈ വയസ്സായ വയോജനങ്ങൾക്ക് പെൻഷനായിട്ട് കൊടുക്കണമായിരുന്നു. അതൊന്നൊരു ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് 12,000 കോടി രൂപയ്ക്ക് ഒരു വ്യവസായം തുടങ്ങിയിട്ട് 1000 പേർക്ക് തൊഴിൽ കൊടുത്തുകൂടെ എന്നാണ് ചോദ്യം. ഇതിലേതാ ശരി? 62 ലക്ഷം വയോജനങ്ങളെ, ഈ മനുഷ്യ ജീവനെ ഇവിടെ നമ്മൾ ചേർത്ത് പിടിക്കണോ? അതല്ല ആ പണം ഉപയോഗിച്ച് വ്യവസായം തുടങ്ങണോ? ഏതാണ് ശരി? സംരംഭങ്ങൾ തുടങ്ങുവാൻ മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. 60 വയസ്സ് കഴിഞ്ഞ വയോധികരെ കൂടെ നിർത്തണം. സർക്കാർ ജോലി ചെയ്തവർക്ക് മാത്രമല്ല പെൻഷൻ, എല്ലാവർക്കും കൊടുക്കണം. അത് ഒരു പക്ഷത്തിൻ്റെ എന്നല്ല പറയുന്നത്, അത് നമ്മുടെ ഒരു ചിന്താഗതിയും നമ്മുടെ ശാസ്ത്രീയമായ നിലപാടുമാണ്. 80 തുടങ്ങിയ സാക്ഷരതാ പ്രസ്ഥാനം നമ്മൾ 96 വിജയിപ്പിച്ച് കാണിച്ചു. 96% സാക്ഷരതയുള്ള സംസ്ഥാനമായി കേരളം മാറി. ചെറിയ കാര്യമല്ല. ലോകത്തിലൊരു സ്ഥലവുമില്ല എന്നത്, ലോകത്തിലൊരു സ്ഥലവുമില്ല. മാലിന്യത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറയും അമേരിക്കയും UK ഒക്കെ എന്തോ വലിയ സംഭവമാണ്. സിറ്റികൾ ഇപ്പോൾ ഇംഗ്ലണ്ടിലുണ്ടാവാം, മാൻഹാട്ടനിൽ പോയാൽ ന്യൂയോർക്കിലൊക്കെ സൗകര്യങ്ങളുണ്ടാകാം. പക്ഷേ ഒരാൾക്ക് പനി വന്നാൽ ഒരു ഡോക്ടറെ കാണാൻ മിനിമം ഒരാഴ്ച വേണം OPD ടിക്കറ്റ് കിട്ടാൻ. ഇവിടെ എന്നോട് കഴിഞ്ഞ ദിവസം ആളുകൾ ചോദിച്ചത് ഹെൽത്ത് സെൻ്റർ എന്താ ഞായറാഴ്ച തുറക്കാത്തതാണ്. ഏത് ഈ നമ്മൾക്ക് ഞായറാഴ്ച ഒഴിവ് വേണം. നമ്മൾ ഞായറാഴ്ച പണിക്ക് വിളിച്ചാൽ വരില്ല. പക്ഷേ ഡോക്ടറും എല്ലാവരും ജോലിക്ക് വന്നോളൂ. അതാണ് ചിന്താഗതിയായി പറയുക. നമ്മൾക്ക് ആരോഗ്യം, ഞാൻ പറഞ്ഞ 57 ഡോക്ടർ ARM കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി. തൃശ്ശൂരിൽ 4 പ്രാവശ്യം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്ന ആളാണ്. തൃശ്ശൂർ റൗണ്ട് കോൺക്രീറ്റ് ചെയ്തത് അദ്ദേഹമാണ്. തൃശ്ശൂർ മുനിസിപ്പൽ ഓഫീസ് ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം കൊണ്ട് തൃശ്ശൂർ മുനിസിപ്പൽ ഓഫീസ് ഉണ്ടായിരുന്നു.
അപ്പോൾ അത്തരം ഒരാളാണ് 57 EMS മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി. എന്താ അന്ന് തീരുമാനിച്ച ആരോഗ്യ നയമെന്താ? എല്ലാ പഞ്ചായത്തിലും ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടാകണം. ആയുർവേദത്തിലോ ഹോമിയോയിലോ അലോപ്പതിയിലോ ഏതിലെങ്കിലും. അന്ന് ആദ്യം വന്നത് നമ്മുടെ കുറ്റുമുക്ക് ആയുർവേദ കേന്ദ്രമാണ്. രണ്ടാമത് വന്നതാണ് വിയ്യൂരിലെ ഡിസ്പെൻസറി, ഇപ്പോഴത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അവിടുന്ന് 1.5 കിലോമീറ്റർ വിട്ടാൽ പള്ളിമുലയിൽ വെൽനസ് സെൻറ്റർ തുടങ്ങിയപ്പോൾ അവിടുന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക്. അവിടുന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാടക്കത്തറയുടെ വെള്ളാരിക്കര കേന്ദ്രമായിരുന്നു. അവിടുന്ന് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കരുവാങ്കാട് ഒരു ആശുപത്രി തന്നെ കിടത്തി ചികിത്സിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ആരോഗ്യ സംവിധാനം കേരളത്തിൽ കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞത് ചെറിയ കാര്യമില്ല. ഈ ലൈബ്രറികൾ വഹിക്കുന്ന പങ്ക് നമുക്കറിയാലോ. ഞങ്ങളത് പ്രവർത്തിക്കുന്ന സമയത്ത് 4000-ഓളം ഗ്രന്ഥശാല, ഇപ്പോൾ 7000-ത്തിലധികമായി. എങ്ങനെയാണുണ്ടായേ? 1% ലൈബ്രറി സെസ്. ഇതിന് പണം വേണ്ടി വരിക, പണം കണ്ടെത്തണം. നമ്മൾ വീട്ടു നികുതി അടയ്ക്കുമ്പോൾ 800 രൂപ, വീട്ടു നികുതി അടയ്ക്കുന്നെങ്കിൽ 800 രൂപ. ഇത് നമ്മുടെ പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന തുക കൊണ്ട് ആ തുക അതിലേക്ക് ചെലവ് ചെയ്യുന്നു. നമ്മൾ ഇത്തരം ഗ്രന്ഥശാലകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഉത്തരവാദിത്വം ഈ സംവിധാനത്തിൽ വഹിക്കാനുണ്ട്. അതായത് ഗ്രന്ഥശാല ഹരിതമാവുക എന്ന് മാത്രമല്ല ഇതിൻ്റെ ഉത്തരവാദിത്വം. കരിയാമണ്ടുള്ള സ്റ്റീൽ ഗ്ലാസ് മേടിച്ചു ചെറിയ കാര്യമല്ല. എല്ലാ സ്ഥലത്തും നമ്മൾ യൂസ് ആൻഡ് ത്രോ, അതിന് മുദ്രാവാക്യം അറിയിക്കുന്നു. യൂസ് ആൻഡ് ത്രോ സാധനം പേനയായാലും കളയുക. അത് നമുക്ക് അതിനു മുമ്പ് നമ്മൾ മഷി ഒഴിച്ച പേനയായിരുന്നു. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ബോൾ പെന്നുകൾ വേണ്ടി വരും. പക്ഷെ കടലാസ് ഗ്ലാസുകൾ നമ്മൾ ഒഴിവാക്കണം പരമാവധി. അപ്പോൾ അതിനുവേണ്ടി കടലാസായും പ്ലാസ്റ്റിക്കും ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. സ്റ്റീൽ ഗ്ലാസ് കോർപ്പറേഷനൊക്കെ ആ രീതിയിൽ മാറിക്കഴിഞ്ഞു. സ്റ്റീൽ ചിഹ്നങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. 100 പേര് വന്നാൽ നമുക്ക് 50 ഗ്ലാസ് ഉണ്ടാകും. അപ്പോൾ 50 എണ്ണം കഴുകി വൃത്തിയാക്കേണ്ടി വരും. പക്ഷെ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ വീട്ടിൽ ചെയ്യുന്നില്ലേ? നമ്മൾ യൂസ് ആൻഡ് ത്രോ അല്ലല്ലോ വീട്ടിൽ. നമ്മൾ പാത്രം വാങ്ങി 50 കൊല്ലം 60 കൊല്ലം ചെയ്യും പാത്രങ്ങൾ വാങ്ങി. അപ്പോൾ വീട് പോലെ തന്നെ നാടിനെയും കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ മാലിന്യ സംസ്കരണത്തിന് വന്ന മാറ്റം വന്നാലുണ്ടാകുന്ന ഗുണം. നമുക്കറിയില്ലേ ലാലൂര് എന്തായിരുന്നു ലാലൂര് സ്ഥിതി? 2012 സുപ്രീം കോടതി വിധി കൂടിയായപ്പോൾ കടുത്ത സമരങ്ങളായിരുന്നല്ലോ. വിധിയായപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ട് തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിന് കീഴിലും മാലിന്യം കടന്ന് ചീഞ്ഞ് നാളുകയായി. നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് കഴിഞ്ഞ് കുറേ പദ്ധതികൾ വന്നു. പക്ഷേ പദ്ധതികളൊന്നും പ്രായോഗികമായിരുന്നു. 2015 വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ ശ്രീമതി അജിത ജയരാജൻ ഒരു നഴ്സിംഗ് സൂപ്രണ്ടായി കൂടി റിട്ടയർ ചെയ്തവരാണ്. ഈ കാര്യത്തിൽ ഒരു പൊതുബോധം നമ്മളെക്കാൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരാണ്. നമ്മൾ വലിയ പദ്ധതികളുണ്ടായി. ലാലൂരിലേക്ക് മാലിന്യം കൊണ്ടുപോകില്ല. മാലിന്യം നമ്മൾ വീടുകളിൽ നിന്ന് കണക്ട് ചെയ്യുന്ന പദ്ധതികൾ തുടങ്ങി. ഒക്കെ പരിമിതികളുണ്ടായിരുന്നു. കാരണം ആളുകൾ മാലിന്യം ഞാൻ കൊടുക്കുന്നു, എന്തിന് 50 രൂപ കൊടുക്കുന്നു? മാലിന്യം എടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റേതല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ വരും. അതിനൊക്കെ മാറ്റണം. നമ്മൾ മാറണം. നമുക്ക് മാലിന്യം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. നമ്മൾ പറയും നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല. എത്രയോ പേര് പറയുന്നത്. കാരണം ഞാൻ ഡിവിഷൻ്റെ വേണ്ടി മാത്രം വീടുകളിൽ നിർത്തും, മറ്റു വോട്ട് കിട്ടാനല്ല. ഇത് നമ്മുടെ ഉത്തരവാദിത്വം. തന്നില്ലെങ്കിൽ ഞാനത് പ്രൊവോക്കേറ്റ് ചെയ്തും സംസാരിക്കും. അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് എനിക്ക് യാതൊരു വിഷമമില്ല. കാരണം നാട് നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പോസ്റ്റിൽ വെച്ചേക്കാം, അല്ലാതെ വോട്ട് കിട്ടാൻ മാത്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ പ്രശ്നം എന്താണ്? ഇത് ഭൂമിയിൽ അഴുകിപ്പോവില്ല. അതുകൊണ്ട് ഇത് എടുത്തു വെച്ചാൽ ഇപ്പോൾ നമ്മുടെ റോഡ് ടാറിങ്ങിൽ ഈ പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നൊരു കുഴപ്പമില്ല, പുനരുപയോഗം നടക്കും. ഉയർന്ന പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ റീസൈക്കിൾ ചെയ്ത് മറ്റ് സാധനങ്ങൾ വീണ്ടും പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങളാക്കി കൊണ്ടുവരാം. അത് ചെയ്യാൻ പറ്റാത്തത് മറ്റു രീതിയിൽ കൊണ്ടുവരാം. ലാലൂർ 26 ഏക്കർ സ്ഥലം ഇപ്പോൾ നമ്മുടെ ക്രിമിറ്റോറിയം ഉണ്ടാവും. അതും ഇനിയും നമുക്ക് ഉയർത്തണം. ഇപ്പോൾ നമ്മുടെ ഗ്യാസ് ക്രിമിറ്റോറിയം
അത് ഇലക്ട്രിക്കലാക്കി മാറ്റണം. കാരണം ഏറ്റവും കുറവിൽ നമുക്കറിയാം വടൂക്കരയ്ക്കോ പാറമേക്കാവിലേക്കോ ഒരു ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന തുക എത്രയോ പാവപ്പെട്ടവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. പലരും നമ്മളോട് ചോദിക്കാറുണ്ട് 337 സൊസൈറ്റിയിലെ വാഹനം ഒന്ന് കിട്ടുമോ, അവിടെ നിന്ന് കിട്ടുന്ന ഒരു തുകയുണ്ട്, അത് കിട്ടുമോ എന്ന് ചോദിക്കുന്ന എത്രയോ പേരിപ്പോഴുണ്ട്. അത് ബോഡി കൊണ്ടുപോകുന്നതിന് മുമ്പ് കിട്ടുമോ? അപ്പോൾ അതിന് നമ്മൾ ത്രിമുടി സൗകര്യം സർക്കാർ ചെയ്യണം. അത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിന് ഉത്തരവാദിത്തമാണ്. മാലിന്യ സംസ്കരണത്തിൽ നമ്മളുടെ ഉത്തരവാദിത്തം, ഇപ്പം ജൈവമാലിന്യം ഇപ്പം നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ നല്ല മുമ്പിലത്തെ ചാലിക്കാതെ നമുക്കറിയാം. അപ്പോൾ കൂട്ടാൻ്റെയോ ചോറിൻ്റെയൊക്കെ വേസ്റ്റ് ആണെങ്കിൽ അത് അവിടെ അഴുകി പൊക്കോളും. പക്ഷേ അതിൻ്റെ അടുത്ത പ്രശ്നം എവിടെയാണ്? തെരുവുനായ്ക്കൾ ആ ഭാഗത്ത് കൊടുക്കുന്നു. ഫുഡ് വേസ്റ്റ് എവിടെ കൊണ്ടിട്ടാലും തെരുവുനായ്ക്കൾ. അപ്പം അടുത്ത പ്രശ്നം തെരുവുനായകൾ. തെരുവുനായയെ ഒന്നും ചെയ്യാൻ നമ്മുടെ കയ്യിൽ നോക്കില്ല. നമുക്ക് ആകെയുള്ളത് അനിമൽ ബർത്ത് കൺട്രോൾ മാത്രമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതി കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് ഈ ഡിസംബർ 2024 ഡിസംബർ വരെ, അതായത് 4196 പട്ടികളെ നമ്മൾ വന്ധ്യീകരണം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് കാര്യം മുഴുവൻ കിട്ടില്ല നമുക്ക് പിടിക്കാൻ. അത് അവരെ പിടിച്ചു കൊണ്ടുപോയി. അതായത് ഇതിൻ്റെ ജനസംഖ്യ കുറയ്ക്കുക എന്നേ ഉള്ളൂ. പക്ഷേ മാളികത്തറ പട്ടികളെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പുറത്തെ കോലഴിയിലെ പട്ടികയും കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ പട്ടികൾ വരും, ഇവിടുത്തെ നായാലും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നപ്പോൾ ഫുഡ് വേസ്റ്റ് വലിച്ചെറിയാതിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഞാൻ ഫുഡ് വേസ്റ്റ് ബയോ ഗ്യാസിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് 250 ലിറ്റർ, അങ്ങനെ 2 പേരുള്ള വീട്, കുറച്ച് 1.5 അതിലിടാൻ ഒരു വേസ്റ്റ് ഉണ്ട്. അതിൻ്റെ സ്ലറി പച്ചക്കറിക്ക് ഉപയോഗിക്കും. ഇനി അതല്ല നമ്മൾ ചെയ്യാൻ പോകും ബയോഗ്യാസ് പ്ലാന്റ് ഈ ചിലവ് കൂടിയത് 10,000-15,000 രൂപ വരുന്നത്. അതിന് പകരം നമ്മൾ 2200 രൂപ വില വരുന്ന ബയോ ബിന്നുകൾ, 60,000 ബയോ ബിന്നുകൾ, ബയോഡൈജസ്റ്റർ ബിന്നുകൾ എല്ലാ വീടുകളിലേക്കും പൊതുസ്ഥാപനങ്ങളിലേക്കും വിതരണം ചെയ്യാൻ പറ്റും. അപ്പം അത് വന്നു കഴിഞ്ഞാൽ ഹലോ ആ ഉണ്ട് ഒന്ന് സംസാരിക്കുക. ട്വിറ്ററിൻ്റെ ഇപ്പോൾ ബയോഡൈജസ്റ്റർ ബിൻ ബൊക്കാഷി ബക്കറ്റ് 40,000 ബയോഡൈജസ്റ്റർ ബിന്നും 20,000 ബൊക്കാഷി ബക്കറ്റുകളുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 1 കോടി രൂപ അതിന് CSR ഫണ്ടായി കാത്തലിക്സ് ബാങ്ക് തന്നത്. അപ്പോൾ അങ്ങനെ പദ്ധതികൾ പൊതുനന്മ ഫണ്ടിൽ നിന്നും ശേഖരിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണത്തിൽ വലിയൊരു പദ്ധതിയുമായിട്ടാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, ഞാനൊരു കോർപ്പറേഷൻ മാത്രമായിട്ടല്ല പറയുന്നത്, കേരളം എന്ന രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയ 2018-ലെയും 2019-ലെയും പ്രളയവും വെള്ളപ്പൊക്കവും വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് നിന്നത്, കോവിഡ് വന്നപ്പോൾ അതിൻ്റെ വാക്സിനേഷൻ കൊടുക്കുന്നത്, ഇതിനൊക്കെ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് പറ്റും. ഇതവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചു വിജ്ഞാന കേരളം, വലിയ പദ്ധതികളാണ്. എൻ്റെ പഞ്ചായത്തുകളുടെ കോർഡിനേറ്ററാണ് അല്ലേ? ഇവിടുത്തെ ഡിവിഷനിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഡിസ്ട്രിക്ട് റിസോഴ്സ് കോർപ്പറേഷനിൽ വലിയ വളണ്ടിയേഴ്സിനെ എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ആശാവർക്കർമാർ വളണ്ടിയർമാരായി വന്നവരാണ്. ഈ വിജ്ഞാന കേരളത്തിലും എല്ലാ ഡിവിഷനിലും 2 വളണ്ടിയർമാരെ എടുത്തുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ സൗകര്യങ്ങൾ മുഴുവൻ ജനങ്ങളിലും എത്തിക്കുക. ഇപ്പോൾ നമ്മൾ സ്മാർട്ട് കൊണ്ടുവന്നു, വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നത്. ഈ ഏപ്രിൽ 1 മുതൽ നമുക്ക് എല്ലാ നികുതികളും നമ്മുടെ ബിൽഡിംഗ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഓൺലൈനിൽ അപേക്ഷിക്കുകയും നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത CSC കേന്ദ്രങ്ങളിൽ കൂടെ നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടാവുന്ന സൗകര്യങ്ങളിൽ എത്തിച്ചേരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സാക്ഷരത പോലെ നമുക്ക് മറ്റേ എഴുതാനുള്ള സാക്ഷരത പോലെ തന്നെ
കമ്പ്യൂട്ടർ സാക്ഷരത 100% പ്രവൃത്തിയിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട്. കുറേയൊക്കെ നമുക്കുണ്ട്, ഫോണിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. എങ്കിലും ആ രീതിയിലേക്കൊക്കെ പോകുമ്പോൾ ഞാനതൊക്കെ സൂചിപ്പിച്ചത് ഇവിടെ നമുക്ക് എത്ര ആളുണ്ടെന്നുള്ളതല്ല. ഇത് സൂചിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് നടത്താൻ കഴിയും. ആ നടത്ത് പൊതു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് കഴിയില്ല. ഗ്രന്ഥശാല പ്രവർത്തകർക്കാണ് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും നന്നായി ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ എല്ലാ ദിവസവും യുവജന സംഘം വില്ലം വായനശാലയാണ് എൻ്റെ ഓഫീസ്. ബോർഡ് വെച്ചിട്ടുള്ള ഓഫീസല്ല. ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ആ കൗൺസിലറായുള്ള വീട്ടിലിരിക്കുന്നതിൽ നല്ലത് ഒരു ഗ്രന്ഥശാലയിൽ ഇരിക്കുകയാണ്. കാരണം ഗ്രന്ഥശാലയുടെ പ്രത്യേകത അവിടെ എല്ലാവർക്കും കയറുക. ഞാൻ എൻ്റെ ഒരു ഓഫീസ് ബോർഡ് വെച്ചാൽ പോലും ഇനിയത് ഒരു LDFിൻ്റെ കൗൺസിലറല്ലേ എന്നുള്ളൊരു തോന്നൽ. ഇതത് വലിയ ഗ്രന്ഥശാലയ്ക്കുള്ള ഏറ്റവും വലിയ വേദന. ഗ്രന്ഥശാലയെ ജനങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഗ്രന്ഥശാല ഈ മാലിന്യ മുക്ത നവകേരള പ്രവർത്തനത്തിൽ വലിയ പങ്ക് വഹിക്കണം. അപ്പോൾ അതിന് നമ്മൾ അണ്ണാറക്കണ്ണനും തന്നാൽ കഴിയാവുന്നത് എന്ന് ഈ ഏവരൂരും ഇത് മാത്രമല്ല, ഗ്രന്ഥശാല മാത്രം കൂടാതെ ഈ മേഖലയിലെ മുഴുവൻ പ്രവർത്തനത്തിലും ഈ ഗ്രന്ഥശാല ചേരണം. എന്നിട്ട് അത് നമുക്ക് റണ്ണേഴ്സ് ക്ലബ്ബാണ് ചെയ്യുന്ന ആ ഒരു ഐക്യമായി റണ്ണേഴ്സ് ക്ലബ്ബ് മാറും. അത് വിജ്ഞാനീകരണം പദ്ധതിയിൽ കമ്പ്യൂട്ടർ സാക്ഷരത നൽകുന്നതിലും നമുക്ക് കഴിയുന്നു. ഇതിനൊക്കെ ബേസ് 7000-ഓളം രജിസ്ട്രേഷനുള്ള വായനശാലകളുണ്ട്. അതല്ലാത്തതുമായി ഏതാണ്ട് 9000-ഓളം വായനശാലകൾ കേരളത്തിൽ ഗ്രന്ഥശാലകളുണ്ട്. മറ്റ് ക്ലബ്ബുകളൊക്കെ വേറെ. ഇതിലൊക്കെ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. മറ്റേ ഇനി 12-ക്ക് ഒരു മണിക്കുന്ന കൗൺസിലുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്മിറ്റി യോഗം കൂടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വായനാ വസന്തം 2005 ചെറൂർ വായനശാലയിൽ താലൂക്ക് കൗൺസിലിൻ്റെ പദ്ധതിയായി നടപ്പിലാക്കിയ പദ്ധതിയാണ്. അത് വനിതാ വേദി എന്ന് പറഞ്ഞിട്ടാണ് വീടുകളിൽ പുസ്തകങ്ങൾ എത്തിക്കുക. ഒരു പദ്ധതിയായിട്ട് അന്ന് തന്നെ ശ്രീ KPM നമ്പീശനും ശ്രീ പരമേശ്വരേട്ടൻ അതിൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുമ്പോഴാണ് അപ്പോൾ അത് ഞാനൊന്ന് വായനശാലയുടെ സെക്രട്ടറിയാണ് ചെറു വായനശാലയുടെ. അപ്പോഴാണ് ആ പദ്ധതി ഞങ്ങൾക്ക് ലഭിച്ചത്. വായനശാലയുടെ പുതിയ കെട്ടിടം പണിത് കഴിഞ്ഞപ്പോൾ ലഭിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ വായനാ വസന്തം പരിപാടി ഇതിലും ലൈബ്രറിയിൽ എന്തെങ്കിലും ചെറിയ റെമ്യൂണറേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കൊടുക്കാതെ അവർക്ക് നടക്കാൻ പറ്റില്ല. എന്തെങ്കിലും റെമ്യൂണറേഷൻ ഇപ്പോൾ കൊടുക്കേണ്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈബ്രറിക്കും നമുക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണമെന്ന് നമുക്കറിയാം. ചെറുവായനശാലയ്ക്ക് കിട്ടിയ സമയത്ത് തന്നെയാണ് ഇവിടെ അന്നത്തെ MP ആയിരുന്ന ശ്രീ CK ചന്ദ്രപ്പൻ നമുക്ക് ഫണ്ട് തന്നു. അപ്പോൾ അന്ന് ഞാൻ ചെറുവായനശാലയുടെ കൂടെ ഓടിയ കാരണം ഇതിൻ്റെ കാര്യം എനിക്ക് അത്ര ഓർമ്മയില്ല. ഇത് രണ്ടും ഒരു ഫയൽ ഒരുമിച്ചായിരുന്നു. ഇതിന് ഇപ്പോൾ ഓടിയപ്പോഴാണ് ഇത് ഒരു കൊല്ലമായി ഇതിന് പിന്നാലുണ്ട്. എന്തൊക്കെ പേപ്പറാണ് വേണ്ടതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഓരോ ദിവസവും ഓരോന്നിനും അവസാനത്തെ ഡ്രസ് വർക്ക് ആയതുകൊണ്ട് ഇത് നേരെ തിരുവനന്തപുരത്ത് ഫിനാൻസ് ചെയ്യപ്പെടും. പിന്നെ ഫിനാൻസിൽ നിന്ന് അനുമതി മേടിച്ചു വന്നു. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് അസറ്റ് ആരുടെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ അസറ്റിൽ ഉണ്ടോ എന്നറിയാം. അപ്പോൾ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് മേടിച്ച് ജില്ലാ ലൈബ്രറി കൗൺസിലിൽ പോയി ചോദിച്ച് ഇങ്ങനെ ഇല്ലാത്ത മൂലാപാലങ്ങളോ ഒന്നുമില്ല ഈ ഫണ്ട്. കാരണം ഇത് സർക്കാരിൻ്റെ അസ്ഥി വികസന ഫണ്ട് കൊടുക്കുമ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഇത്തിരി ഓവറായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെ എല്ലാ നടപടിയും കഴിഞ്ഞു. അവസാനം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അഡീഷണൽ, അതായത് അസറ്റിൻ്റെ അംഗീകാരം കൂടി കളക്ടറേറ്റിൽ നിന്ന് കിട്ടാൻ പോയി. അതിപ്പോൾ 2 ആഴ്ച മുമ്പ് കിട്ടി. ഇപ്പോൾ അതിൻ്റെ സാങ്കേതിക അനുമതി അത് വെച്ചിട്ട് അവരുടെ സ്പെസിഫിക്കേഷനിൽ സാങ്കേതിക അനുമതിയും ലഭിച്ചു. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പ്രവൃത്തി ടെൻഡർ ചെയ്യപ്പെടും. അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഇനി ആ ടെൻഡർ ഒരാൾ എടുക്കണം. അത് അടുത്തൊരു പ്രശ്നമാണ്. MLA ഫണ്ടിലെ വർക്കുകൾ എടുക്കാനുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ 1-4 മുതൽ PWD റേറ്റ് റിവൈസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടി വീണ്ടും മാറ്റം വരുമോ എന്ന് പറയാനും കഴിയും. ഞങ്ങൾ റേറ്റ് റിവൈസ് ചെയ്യുമ്പോൾ ചെറിയ റേറ്റിൽ എന്തിനാണ് ഞങ്ങൾ എടുക്കണമെന്ന് കോൺട്രാക്ടർമാർക്ക് തോന്നാം. അങ്ങനെയാകുമ്പോൾ വീണ്ടും റിവൈസ് ചെയ്ത എസ്റ്റിമേറ്റ് വെച്ച് സാങ്കേതിക അനുമതി മേടിക്കേണ്ടി വരും. എന്തായാലും ഈ ആഴ്ച തന്നെ അത് ടെൻഡറിങ്ങിൽ
ഏപ്രിൽ 1 മുതലുള്ള പരിപാടികളിൽ അത് പോകും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം. നമുക്ക് ഈ വായനാവസരത്തിൻ്റെ ഉദ്ഘാടനം 3 പുസ്തകം ഉദ്ഘാടനോപരിയായിട്ട് 3 പുസ്തകം നൽകിയിട്ടുള്ള നമ്മുടെ ലൈബ്രറി മെമ്പർ ആയ ഉദിത് കുമാറിനെ അതുകൊണ്ട് ക്ഷണിക്കുന്ന ബുക്കുകളിലേക്ക് വന്ന് കൊടുക്കാൻ വേണ്ടി സതീഷ് ഒരു സെക്കൻഡ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ സതീഷ് കുമാർ സാർ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കൗൺസിലർ സതീഷ്, പിന്നെ നമ്മുടെ കെ ഭാസ്കരൻ അവർ, ജെയിംസ് സാറ്, സെക്രട്ടറി നജീബ് സാറ്, എല്ലാവർക്കും എൻ്റെ വിധമായ നമസ്കാരം. ഞാൻ തിരിച്ചു പറയുന്നില്ല, നമ്മൾ കുറച്ച് ആളുകൾ ഈ വായനാവസം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഈ ലൈബ്രറിക്ക് വരാതെ തന്നെ പുസ്തകം എത്തിക്കുന്ന പ്രവർത്തനമാണ്. അത് നമ്മുടെ ലൈബ്രറിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ ക്ഷേമകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ വീടുകളിലും കുട്ടികളും ഒക്കെ ഈ ലഹരിക്കൊക്കെ അടിമപ്പെടുന്നതിന് അപ്പുറത്തേക്ക് വായനയുടെ വലിയ ലോകം അവരിലേക്ക് പ്രദാനം ചെയ്യുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിലേക്ക് നമ്മുടെ യുവജനങ്ങളെ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയത്നം പിടിച്ച കാര്യമാണ്. ഇത് വിശക്കുമ്പോൾ ബിരിയാണി കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഷവർമ കഴിക്കുന്ന പോലെ കുട്ടികളൊന്നും ചോദിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പം നമ്മളത് പതുക്കെ അഭിരുചി ഉണ്ടാക്കണമെങ്കിൽ അതിനാവശ്യമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യണം. എന്തായാലും വായനാവസര പരിപാടിയിൽ അനുസരിച്ച് സന്തോഷം അറിയിക്കുന്നു. ഈ നമ്മുടെ ലൈബ്രറിയിലും ഇത് വളരെ വിജയകരമായി നടക്കണം. മറ്റൊന്ന് ഹരിത ഗ്രന്ഥശാലയാണ്. ഹരിത ഗ്രന്ഥശാലയെ സംബന്ധിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. കേരളത്തിലെ പൊതുവെ ഹരിതമായ ഗവൺമെൻറ് നന്നായി ഊന്നൽ നൽകുന്നുണ്ടെങ്കിൽ ജനങ്ങളത് ഏറ്റെടുക്കുന്നതിൽ വലിയ കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ പഠിപ്പിക്കൽ പ്രക്രിയ നടക്കണം എന്ന് പറയുന്നത്. എല്ലാ കുട്ടികളെയും വീടുകളിലും സ്കൂളുകളിലും വായനശാലകളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ വൃത്തിയില്ല, വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങിയ വൃത്തിയില്ല. എവിടെയും തുപ്പും, എവിടെയും സാധനങ്ങൾ വലിച്ചെറിയും. അതൊക്കെ പതുക്കെ മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് പല കാര്യത്തിലും, ശിശുഭരണത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യത്തിലാവട്ടെ, സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ഒക്കെ ലോകരാജ്യങ്ങൾക്ക് ഒപ്പമാണ്. പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ വളരെ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചുകൂടി മാറ്റം വരണം. ഒരു 10 സർക്കാർ ഓഫീസിൽ കയറിയാൽ അതിൻ്റെ ബാത്റൂം പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ പഠിച്ചത്. അത് അങ്ങനെ ഉപയോഗിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കിയാൽ ഈ മാറ്റം മതി. നമ്മുടെ പൊതുയിടങ്ങളിൽ ഒക്കെ ഈ ഒരു മാറ്റം, അവരുടെ ബസ്സുകൾ, കാറുകൾ, അല്ലെങ്കിൽ യാത്രാ ഇടങ്ങൾ അകത്തൊക്കെ വലിയ വൃത്തി 8 പ്രാവശ്യം കുളിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ സ്വന്തം കഴിഞ്ഞ അപ്പുറത്തേക്കുള്ള ഒരു കാര്യത്തിന് ഒരു ബോധമില്ല. ഇതെല്ലാം വലിച്ചു കെട്ടി അടുത്ത വീട്ടിലേക്ക് അതിന് വലിയ വഴക്കുണ്ടാക്കാനും അതിന് വലിയ കേസ് കൊടുക്കാനും ഒക്കെ വലിയ പ്രാപ്തി കാണിക്കും. അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പോൾ ഹരിത വായനശാല അതിന് ഊന്നൽ നൽകുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ചെടികളെ സ്നേഹിക്കുക, ചെടികളെ വെച്ചുപിടിപ്പിക്കുക, നമ്മുടെ കാലാവസ്ഥ മാറ്റത്തിനെതിരെ പ്രവർത്തിക്കുക എന്നൊക്കെ ആശയങ്ങൾ കുട്ടികളിലേക്ക് അഭിനയിപ്പിക്കാൻ ഇത് സഹായിക്കും. എന്തായാലും ഈ 2 ചടങ്ങും ഒരു വായനശാലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നത്, ഹരിത നയം, ഒരു പ്രകൃതി ബോധം ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 2 പരിപാടിയും സംയുക്തമായി ചെയ്യാൻ തീരുമാനിച്ചതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. വളരെ കുറച്ച് ലൈബ്രറി പ്രവർത്തകരാണ് ഉള്ളതെങ്കിലും അവർ ഒരുമയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷദായകമാണ്. നിർത്തുന്നു. നന്ദി. വായനാവസരയുടെ ഉദ്ഘാടനത്തിനെത്തിയ
സതീഷ് കുമാർ എംഎൽഎ, കോർപ്പറേഷൻ വിതര കൗൺസിലർ, യോഗാധ്യക്ഷൻ സതീഷ് കുമാർ തന്നെ സെയിം പേരാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ബെനിമാഷ്, ഷൈൻ ടീച്ചർ, സെക്രട്ടറി നജീബ് സാറ്, എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നമസ്കാരം. വായനാ വസന്തം അതുപോലെ ഹരിത ഗ്രന്ഥശാലയും നമ്മൾ ഉദ്ഘാടനം ചെയ്യാനാണ് നമ്മൾ വിളിച്ചെത്തി വരുത്തിയത് എന്നറിയാം. നമ്മൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ റണ്ണേഴ്സ് ക്ലബ്ബ് ഏറ്റെടുത്ത് നമ്മുടെ മാലിന്യമുക്ത നവകേരളം എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി തന്നെ റണ്ണേഴ്സ് ക്ലബ്ബ് ഏറ്റെടുത്തത് ഏറെ സ്വാഗതവും അഭിനന്ദനവുമാണെന്ന് ആദ്യം പറയട്ടെ. പിന്നെ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഗ്രന്ഥശാല, അതുപോലെ നമ്മുടെ പരിസരം, ഗ്രന്ഥശാലയുടെ പരിസരം അതെല്ലാം ഹരിതമാക്കൽ, അതുപോലെ വീടുകൾ, നമ്മുടെ പ്രവർത്തകരുടെ വീടുകൾ ശുചിത്വ ഭവനങ്ങളാക്കൽ, മാലിന്യമുക്തമാക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യൽ, അതായത് പ്ലാസ്റ്റിക് നിരോധിത മേഖല, പുകവലി നിരോധിത മേഖല എന്നുള്ള മേഖലകളൊക്കെ തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൗൺസിലർ പറഞ്ഞ പ്രകാരം തന്നെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്യം, അത് മറക്കണ്ട, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നമ്മുടെ ആ വാക്യം ഉൾക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമോടുകൂടി തന്നെ വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്റ്റീൽ ഗ്ലാസ് കൊണ്ടുവന്നു, വാട്ടർ സ്റ്റീൽ ഗ്ലാസ് കൊണ്ടുവന്നു. ഇവിടുത്തെ പ്ലാസ്റ്റിക് ഗ്ലാസുകളും അല്ലെങ്കിൽ ചായ കുടിക്കുന്നതിന്റെ കപ്പും അത്